17ാമത്തെ റൗണ്ട് എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ 117ലേക്ക് കടകംപള്ളിയുടെ ലീഡ് കുറച്ചിരിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അവസാന 2 റൗണ്ടുകൾ പ്രധാനമായും ഉള്ളൂര്, മണ്ണന്തല, കരിയം പ്രദേശങ്ങൾ, ഈ മേഖലകളിലൊക്കെ തന്നെ BJPക്ക് കൃത്യമായ വോട്ട് ഷെയറുണ്ട്, വോട്ട് ബാങ്കുണ്ട്, വി മുരളീധരന്റെ വ്യക്തിബന്ധങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 117 മറികടക്കാൻ 17ാമത്തെ റൗണ്ടിൽ കഴിയുമെന്ന് തന്നെയാണ് വിശ്വസിക്കപ്പെടുന്നത്. വി മുരളീധരൻ ഇഞ്ചോടിഞ്ച് പോരാട്ടം ഫോട്ടോ ഫിനിഷിലേക്ക് കഴക്കൂട്ടം മാറുന്നു. കഴക്കൂട്ടം കുഴഞ്ഞു മറിയുകയാണ്. അർത്ഥത്തിൽ നെഞ്ചിടിപ്പ് കൂട്ടുകയാണ് കഴക്കൂട്ടത്ത്, നെഞ്ചിടിപ്പ് കൂട്ടുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എനിക്ക് തോന്നുന്നത് വെച്ചാൽ അത് അപ്ഡേറ്റ് ആയിട്ടില്ല തോന്നുന്നു. ഗൗതം, ഒന്ന് ബിനീഷിലേക്ക് പോകണം. PCR ബിനീഷ് നൽകും ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. കൺഫ്യൂഷൻ ബിനീഷ് എത്ര വോട്ടിനാണ് ഇപ്പോൾ ഒരു കടകംപള്ളി സുരേന്ദ്രന്റെ ഒരു മുന്നോട്ട്? ഞാൻ മനസ്സിലാക്കുന്നത് 117 ആണെന്ന് തോന്നുന്നു. ഗൗതം, ഒന്ന് ഉറപ്പിക്കാം. യെസ് ബിനീഷ്, കഴക്കൂട്ടത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നത് വളരെ ഉദ്യോഗജനകമായിട്ടുള്ള ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് അക്ഷരാർത്ഥത്തിൽ കേരളമെമ്പാടും ശ്രദ്ധ ഇപ്പോൾ കഴക്കൂട്ടത്തേക്ക് മാറുകയാണ്. അക്ഷരാർത്ഥത്തിൽ മാറിയുന്ന ഒരു പശ്ചാത്തലം തുടക്കം മുതൽ കഴക്കൂട്ടത്തിൽ കാണാൻ സാധിക്കുന്നു. കടകംപള്ളിക്ക് 290 വോട്ടിന്റെ ലീഡാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായും പറയുന്നത്. രഞ്ജിത്ത് അമ്പാടി, മാറിമറിയുകയാണ് കഴക്കൂട്ടത്ത്. ഈ പറയുന്ന ലീഡ് നിലകൾ മാറിമറിയുന്നു. 117 ലീഡ് മാത്രമാണ് കടകംപള്ളിക്ക് ഉണ്ടായിരുന്നത് എന്ന ഇടത്ത് നിന്ന് 190ലേക്ക് മാറുന്നു എന്നുള്ള വിവരം വരികയാണ്. 17ാമത്തെ റൗണ്ടാണ് എണ്ണുന്നത്. 17ാമത്തെ റൗണ്ട് എണ്ണിക്കൊണ്ടിരിക്കുന്നു. അവിടെ ലീഡ് നിലകൾ കുറച്ച് 2000-ൽ നിന്ന് 1000-ലേക്ക് 500-ലേക്ക് ഒടുവിൽ 117-119 എത്തിച്ചിരിക്കുന്നു വി മുരളീധരൻ. ഇനി ഒരു റൗണ്ട്, ഈ 17ാമത്തെ റൗണ്ട് പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ 18ാമത്തെ റൗണ്ട് മാത്രമാണ് എണ്ണാനുള്ളത്. അത് ഉള്ളൂരും കട്ടച്ചക്കോണം എന്ന് പറയുന്ന സ്ഥലവുമാണ്. ഈ മേഖലകളിൽ കൃത്യമായി ഇരുവിഭാഗത്തിന് വോട്ടുണ്ട്. ഒരല്പം ഒരു വാർഡിൽ അല്ലെങ്കിൽ ഒരു മേഖലയിൽ ഒരു 500 വോട്ട് കൂടുതൽ പിടിക്കാൻ കഴിഞ്ഞാൽ, 300 വോട്ട് കൂടുതൽ പിടിക്കാൻ കഴിഞ്ഞാൽ വി മുരളീധരൻ ഈ നിയമസഭയിലേക്ക് 125 വോട്ടുകൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ കടകംപള്ളിയുടെ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒന്ന് ആഞ്ഞു പിടിച്ചാലോ? പോരും. ഈ സമയത്ത് അങ്ങനെ തമാശ പറയാൻ തോന്നുന്നു. അതെ, ഞാനത് എങ്ങനെയെങ്കിലും രഞ്ജിത്തിലുള്ള പ്രതീക്ഷ എനിക്ക് ഇതുവരെ നഷ്ടപ്പെട്ടിട്ടില്ല. പറയൂ. എല്ലാ കണ്ണുകളും ആ മണ്ഡലത്തിലാണ്. അതെ, ഈ ഫ്ലോറിലുള്ള 125 എന്ന ഒരു ലീഡിലേക്ക് മാത്രമാണ്. വാക്കുകൾ പുറത്തോട്ട് വരാത്തതാണോ, ടെൻഷനാണോ, 125 വോട്ടുകൾ മാത്രമാണ് ഇപ്പോൾ കടകംപള്ളിക്ക് മുന്നിലുള്ളത്. കടകംപള്ളി മുന്നിലേക്ക് നിൽക്കുന്നത് തീർച്ചയായിട്ടും 125 വോട്ടുകളുടെ ഒരു ഭൂരിപക്ഷമാണ് ഇപ്പോൾ കടകംപള്ളിക്കുള്ളത്. ഇനിയും എണ്ണാനുണ്ട്. എന്താണ് സാഹചര്യം എന്നത് നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് കാര്യങ്ങൾ എത്തും എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിർണായകമായ ഒരു വിധിയെഴുത്തായി കഴക്കൂട്ടം മാറുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. എന്തായിരുന്നാലും ഇനി അടുത്ത ഘട്ടത്തിലേക്ക്, അടുത്ത വോട്ടെണ്ണലിലേക്ക് കടക്കുമ്പോൾ എന്തായിരിക്കും സാഹചര്യം എന്നത് നമുക്ക് നോക്കിക്കാണണം. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതിനനുസരിച്ച് കൃത്യമായി പറഞ്ഞാൽ BJPക്ക് സാധ്യതയുള്ള 2 മേഖലകൾ ഇനിയുമുണ്ട്. ആ മേഖലകളിൽ കൂടി എണ്ണിയാൽ മാത്രമേ കൃത്യമായ ഒരു വിവരം നമുക്ക് പുറത്തേക്ക് എത്തിക്കാൻ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് മുന്നിൽ പങ്കുവയ്ക്കാൻ സാധിക്കുള്ളൂ. ഈ 2 മേഖല കൂടി എണ്ണുമ്പോൾ BJPയുടെ ലീഡ് എത്രത്തോളം ഉയരും, അല്ലെങ്കിൽ വി മുരളീധരന്റെ ലീഡ് എത്രത്തോളം ഉയരും എന്നതിന് അടിസ്ഥാനമാക്കിയായിരിക്കും കഴക്കൂട്ടത്തെ വിജയപരാജയങ്ങൾ നിശ്ചയിക്കുക എന്നതാണ് നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിലയിരുത്താൻ സാധിക്കുന്നത്. വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഫൈറ്റ് തന്നെയാണ് കഴക്കൂട്ടത്ത് നടക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഏറ്റവും നിർണായകമായി രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് കഴക്കൂട്ടത്തേക്കാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായിരുന്നാലും എന്തായിരിക്കും ഇതിന്റെ അന്ത്യം, അല്ലെങ്കിൽ കഴക്കൂട്ടത്ത് ആരായിരിക്കും എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇനി അല്പനിമിഷങ്ങൾക്കകം തന്നെ പുറത്തു വരും. എന്തായിരുന്നാലും നിർണായകമായ
ഒരു മണ്ഡലമായി ഇപ്പോൾ കഴക്കൂട്ടം തലസ്ഥാനത്ത് മാറുകയാണ്. തീർച്ചയായും തളിപ്പറമ്പിൽ ടി കെ ഗോവിന്ദൻ 15,863 വോട്ടുകൾക്ക് കടകംപള്ളിയുടെ ലീഡ് 354 ആയിട്ടുണ്ട്. ഞാൻ പറയുന്നതേ നമുക്ക് ഇപ്പൊ കടകംപള്ളിയിൽ അല്ല ഇവിടെ കഴക്കൂട്ടത്ത് നമുക്ക് കൂടാം. അതെ 354 ആയിട്ട് കടകംപള്ളിയുടെ ലീഡ് തീരുമാനമാക്കിയിട്ട് നമുക്ക് കൂടുകയാണെങ്കിൽ അതിനൊരു റിസൾട്ട് ഉണ്ടാവണം. അല്ല റിസൾട്ട് ഉണ്ടാക്കിയല്ലേ പറ്റൂ. നമ്മൾ കൂടി എന്നിട്ട് തോപ്പിക്കുന്ന അവസ്ഥയാവരുത്, അത്രേ ഉള്ളൂ. അല്ല ഇത് പൊരുതാണല്ലോ അല്ലേട്ടാ, ജയവും തോൽവിയൊക്കെ ജനങ്ങള്. പക്ഷേ ശക്തമായ പോരല്ലേ, ശക്തമായ പോരാട്ടം. ഫോട്ടോ ഫിനിഷ് കഴക്കൂട്ടം, അതുപോലെ കൊട്ടാരക്കരയിലും ഫോട്ടോ ഫിനിഷ്. അവിടെയും വളരെ ശക്തമായിട്ടുള്ള മത്സരമാണ് നടക്കുന്നത്. കെ എൻ ബാലഗോപാൽ ലീഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിലും എന്തും സംഭവിക്കാം. 354 രഞ്ജിത്തേട്ടാ, കഴക്കൂട്ടത്ത് 354. കഴക്കൂട്ടത്ത് 16 റൗണ്ടുകൾ പൂർത്തിയാകുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒഫീഷ്യൽ സൈറ്റ് പ്രകാരം 354 വോട്ടുകൾക്ക് കടകംപള്ളി മുന്നിട്ട് നിൽക്കുകയാണ്. ഇനി 2 റൗണ്ടുകൾ എണ്ണാനുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഉള്ളൂർ മേഖല, മണ്ണന്തല മേഖല, കരിയമടക്കമുള്ള കരിയത്തിലാണ് പ്രതീക്ഷ. കരിയത്തിലാണ് BJPയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ. കരിയം BJPയുടെ കോട്ടയാണ്. കരിയം മണ്ണന്തല മേഖലകളിൽ BJP ഒരു ശക്തമായ ലീഡ് ഉയർത്തിയാൽ, ഉള്ളൂർ മേഖലയിൽ കൃത്യമായ ഒരു വോട്ട് ഷെയർ ചെയ്താൽ, അടുത്ത ഒരു മേഖല കട്ടച്ചക്കോണം എന്ന മേഖലയിൽ അല്പം താഴ്ന്നാൽ പോലും 500 1000 വോട്ടുകൾക്ക് വിജയിക്കാൻ കഴിയും. അതാണ് BJPയുടെ ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ. അതാണ് BJPയുടെ പ്രാദേശിക നേതാക്കന്മാരുടെ കണക്കുകൂട്ടൽ. ഇഞ്ചോടിഞ്ച് പോരാട്ടം, ഫോട്ടോ ഫിനിഷ്. വി മുരളീധരൻ തോൽക്കാൻ തയ്യാറല്ല. ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ വിജയിക്കാൻ വേണ്ടി കഴക്കൂട്ടത്ത് പണിയെടുത്തയാളാണ് വി മുരളീധരൻ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിൽ 3 ലക്ഷം എന്ന സ്വപ്ന സമാനമായ വോട്ട് നേടിയ ഒരു നേതാവാണ് വി മുരളീധരൻ. 2016 ആക്കുളമാണ് ഒരു ഡിസൈഡിംഗ് ഫാക്ടറായി മാറുക. ആക്കുളം തീരുമാനിക്കും ആര് കഴക്കൂട്ടത്ത് നിന്ന് നിയമസഭയിലേക്ക് പോകണമെന്ന്. ആക്കുളം തീർച്ചയായും ആക്കുളം മേഖലയിൽ സമ്മിശ്രമായ വോട്ടുകളാണുള്ളത്. ആർക്കും ഒരു മേൽക്കോയ്മ അവകാശപ്പെടാനില്ല. എന്തായാലും ഇനി 2 വാർഡുകൾ, 2 റൗണ്ടുകൾ മാത്രമേ എണ്ണാനുള്ളൂ. ആ 2 റൗണ്ടുകളിലും BJP പ്രതീക്ഷ പുലർത്തുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു വലിയ ഫൈറ്ററാണ് വി മുരളീധരൻ. വി മുരളീധരൻ പരാജയം സമ്മതിക്കാത്ത വ്യക്തിയാണ്. അവസാന നിമിഷം വരെ ഒരു കാലത്ത് MA വാഹിദിന്റെ കോട്ടയായിരുന്ന കഴക്കൂട്ടത്തെ 2016 MA വാഹിദിനെ 3ാം സ്ഥാനത്താക്കിക്കൊണ്ട് 40,000-ലധികം 42,000-ഓളം വോട്ടുകൾ നേടി തെരഞ്ഞെടുപ്പ് കേരളത്തെ രാഷ്ട്രീയത്തെ ഞെട്ടിച്ച വ്യക്തിയാണ് വി മുരളീധരൻ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിൽ മറ്റ് മുന്നണികളിൽ നിന്ന് ചെറിയ വ്യത്യാസം മാത്രം നേടിക്കൊണ്ട് അത്രയും വോട്ട് നേട്ടമുണ്ടാക്കി. ആ മുരളീധരൻ ഇത്തവണ കഴക്കൂട്ടത്തെ വിജയിക്കുമെന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത്, നമ്മൾ വിശ്വസിക്കേണ്ടത്. കണ്ണൂരിൽ നിന്നൊരു വാർത്ത വരുന്നു. UDF തരംഗത്തിലും തകരാതെ അഴീക്കോട് LDF സ്ഥാനാർത്ഥി KV സുമേഷ് 356 വോട്ടുകൾക്കാണ് അഴീക്കോട് നിന്ന് ജയിച്ചത്. അത് മാത്രമല്ല 930 വോട്ടുകൾ. ഇതൊക്കെ ഇടതു കോട്ടകളാണ്. ഈ ഇടതു കോട്ടകളിൽ വളരെ ഒരു തിരുത്തുണ്ട്. അല്പം മുമ്പ് കണ്ടത് ധനകാര്യമന്ത്രിയുടെ ലീഡ് മാത്രമായിരുന്നു. ലീഡ് അല്പം പക്ഷേ കഴിഞ്ഞിട്ടില്ല. അവസാന 8 ബൂത്തുകൾ വിജയിച്ചിട്ടില്ല പോവുകയാണ്. അതെ, വിജയിച്ചിട്ടില്ല. കെ എൻ ബാലഗോപാൽ ഇപ്പൊ പ്രതിപക്ഷ നേതാവ് ആരാവുന്നുള്ള തോറ്റ മന്ത്രിമാരുടെ എണ്ണം ഇപ്പോൾ 1072 വോട്ട് മുന്നിലാണ്. പക്ഷേ 8 ബൂത്ത് അല്ലേട്ടോ, നമുക്ക് ജയിച്ച മന്ത്രിമാരെ കണക്കെടുക്കുന്നതല്ലേ, അത് വളരെ എളുപ്പമാണ്. അതാവുമ്പോ എളുപ്പമാണ്. പക്ഷെ കൂടുമല്ലോ ആളുകൾക്ക് അറിയുമ്പോ. ഇത്ര പേര് തോറ്റു, ഈ മന്ത്രിസഭയിൽ ഇത്രയധികം പേര് തോറ്റു. ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം ഇത്രയും മന്ത്രിമാർ തോൽക്കുന്നത്. ശ്യാം ബാബു കോറോത്ത് കൊയിലാണ്ടി ഫലം വന്നു. അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ UDF 12,280 വോട്ടിന് ജയിച്ചിരിക്കുന്നു. എന്ത് പറ്റി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. തോറ്റു. പക്ഷെ ദാസേട്ടന്റെ മണ്ഡലത്തില് മറ്റേ ഫ്ലെക്സ് ഉണ്ടായിരുന്നോ, മറ്റേ ഹോർഡിംഗ് ഉണ്ടായിരുന്നോ? ഇഷ്ടം പോലെ. ഞാനല്ലാതെ മറ്റാരുണ്ടെന്നുള്ളത്. പ്രദീപിള്ള ഈ പ്രവീൺ കുമാറിനെ താങ്കൾക്ക് അറിയാമോ? മുരളീധരന്റെ ഒരു നിഴൽ പോലെ, മുരളീധരന്റെ വെട്ടിയെടുപ്പുകാരനാണ് പൊതുവെ ആ സർക്കിളൊക്കെ അറിയപ്പെടുന്നത്. നിഴൽ പോലെ നടന്നിരുന്ന പ്രവീൺ കുമാറാണ് ഇപ്പൊ കൊയിലാണ്ടിയിൽ MLA ആവുന്നത്. യെസ്, എനിക്കൊന്ന് കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് ഒരു കോൺഗ്രസ് MLA ഇല്ലായിരുന്നു. ഇത്തവണ 20 വർഷമായി കോഴിക്കോട് ജില്ലയിൽ അത് മാറി. ഒരുപാട് MLA-മാരെ നാദാപുരത്ത് അഭിജിത്ത് ജയിച്ചു. കുറ്റ്യാടിയിൽ ഒരുപാട് ചെറുപ്പക്കാർ വന്നിട്ടുണ്ട്. മാത്രമല്ല കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഒരു MLA മാത്രമേ CPM-നുള്ളൂ. അതെ, സച്ചിൻ അതെ, അത് മാത്രം. അതെ,
മുഖ്യമന്ത്രി ഇനി പറയേണ്ട കാര്യമില്ലല്ലേ? ഓക്കെ, പോളിറ്റ് ബ്യൂറോ അംഗം മരുമോൻ എന്ന് പറയുന്ന കുഴപ്പമുണ്ടോ? ഇല്ല, പോളിറ്റ് ബ്യൂറോ നിങ്ങളൊരു MLA-ക്ക് പ്ലീസ്, ഇതെന്താണപ്പാ? അപ്പൊ കോഴിക്കോട് കടലൊരു തരി അത് പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഒരു ഏതാണ്ട് ജയിച്ചു. ബാലഗോപാൽ ജയിച്ചിരിക്കുന്നു. KN ബാലഗോപാൽ ധനമന്ത്രി 1012 വോട്ടിന് പ്രതിപക്ഷ നേതാവിനെ കിട്ടി, അടുത്ത PB അംഗത്തെയും കിട്ടി. അതെ KN ബാലഗോപാൽ അടുത്ത PB അംഗത്തെ കിട്ടിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, CPM-നെ സംബന്ധിച്ചിടത്തോളം ഇത് ആഘോഷത്തിന്റെ നിമിഷങ്ങളാണ്. ഒരു PB അംഗത്തെ കൂടി കിട്ടിയിരിക്കുകയാണ്. അപ്കമിംഗ് PB അംഗം KN ബാലഗോപാൽ. കഴക്കൂട്ടത്ത് എന്ത് സംഭവിക്കുന്നു? മുരളീധരന്റെ ലീഡ് എന്നാണോ പറഞ്ഞു വരുന്നത്? 170 വോട്ടുകൾക്ക് വി മുരളീധരൻ ലീഡ് ചെയ്യുന്നു. കഴക്കൂട്ടത്ത് 170 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. കഴക്കൂട്ടത്ത് വി മുരളീധരന്റെ 170 വോട്ടിന്റെ ലീഡ്. എവിടെ രഞ്ജിത്ത് 170 വോട്ടുകളുടെ അവസാന ലാപ്പിലേക്ക്, ഫിനിഷിംഗ് പോയിന്റിലേക്ക് കടകംപള്ളിയെ BJP അക്കൗണ്ട് തുറക്കുന്നു. എന്ന പേര് കൂടി നമുക്ക് അവിടെ എഴുതി ചേർക്കണം. വി മുരളീധരൻ കൂടി വരണം കേരള നിയമസഭയിൽ. എന്താണ് കഴക്കൂട്ടത്ത് സംഭവിക്കുന്നത് നോക്കാം. വി മുരളീധരന്റെ ലീഡ് എന്ന വളരെ സുപ്രധാനമായ വാർത്ത ഈ നിമിഷം പുറത്തേക്ക് വരികയാണ്. മറ്റു മാധ്യമങ്ങളൊക്കെ ഇപ്പോഴും കടകംപള്ളിക്ക് തന്നെയാണ് കേട്ടോ. അത് നേരത്തെ നമ്മൾ പറഞ്ഞ അരമണിക്കൂർ കഴിഞ്ഞ ബാക്കിയുള്ള ചാനലുകൾ കഴക്കൂട്ടത്ത് ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്ത വരികയാണ്. വിനീഷ്, നമ്മുടെ പ്രതിനിധി വിനീഷ് നൽകിയ വാർത്തകൾ ശരിയാണെങ്കിൽ വി മുരളീധരൻ 170 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൽ 17ാമത്തെ റൗണ്ടാണ് ഇപ്പോൾ എണ്ണുന്നത്. 17ാമത്തെ റൗണ്ട് എണ്ണുമ്പോൾ വി മുരളീധരൻ ലീഡ് തിരിച്ചു പിടിച്ചിരിക്കുന്നു എന്നുള്ള സന്തോഷകരമായ വാർത്തയാണ് നൽകുന്നത്. ഇത് സംബന്ധിച്ച ആധികാരികമായ കുറച്ച് വാർത്തകൾ അല്പസമയത്തിനകം പ്രേക്ഷകർക്ക് നൽകാം. വിനീഷ് ഉണ്ടോ? വിനീഷ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വിനീഷ് ഉണ്ട്. വിനീഷ് പറയൂ, എവിടെ 170 വോട്ടുകളുടെ ലീഡ് തന്നെയാണ് ഇപ്പോൾ കടകംപള്ളി കഴക്കൂട്ടത്തുണ്ടായിരിക്കുന്നത്. 170 വോട്ടുകളുടെ ലീഡാണ് ഇപ്പോൾ കഴക്കൂട്ടത്ത് നിർത്തിയിരിക്കുന്നത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് ഏറ്റവും അവസാനം ലഭിച്ച വിവരങ്ങളാണ് ഈ 170 എന്ന് പറയുന്നത്. ഇത് ഒഫീഷ്യലായ കണക്കല്ല. ബൂത്തിലെ ഇന്നേജന്റുമാരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ 170 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലേക്ക് ഇപ്പോൾ കടകംപള്ളിയിൽ വി മുരളീധരൻ കഴക്കൂട്ടത്ത് എത്തി നിൽക്കുന്നു എന്ന സംബന്ധിച്ചുള്ള വിവരങ്ങൾ തന്നെയാണ് നമുക്ക് എന്തായാലും ആദ്യഘട്ടത്തിൽ ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പത്തനാപുരത്ത് KB ഗണേഷ് കുമാർ പരാജയപ്പെട്ടിരിക്കുന്നു. ജ്യോതികുമാർ ചാമക്കാല വിജയിച്ചു. 8310 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് ജ്യോതികുമാർ ചാമക്കാല KB ഗണേഷ് കുമാറിനെ ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് വെറുതെ ആയില്ല. അടിച്ച ഫ്ലെക്സും വെറുതെയാണ്. KB ഗണേഷ് കുമാർ 7850 വോട്ടുകൾക്ക് വമ്പൻ തോൽവി. കണ്ടോ, ഗണേഷ് കുമാർ സ്ത്രീജനങ്ങളുടെ കൈയടിക്കുന്നു. TP രാമകൃഷ്ണൻ തോറ്റിരിക്കും. കഴക്കൂട്ടത്തെ വി മുരളീധരൻ ലീഡ് പോലെ അവസാന കഴക്കൂട്ടത്തും താമര മുരളീധരൻ ലീഡ് തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. 265 വോട്ടിന്റെ ലീഡിൽ വി മുരളീധരൻ കഴക്കൂട്ടത്ത് മുന്നിട്ട് നിൽക്കുന്നു. തുടക്കം മുതൽ അതിശക്തമായ പോരാട്ടം നടത്തിയ വി മുരളീധരൻ തിരുവനന്തപുരം ജില്ലയിൽ താമര വിരിയുന്ന രണ്ടാമത്തെ മണ്ഡലം. തിരുവനന്തപുരം ജില്ലയിലെ രണ്ടാമത്തെ മണ്ഡലം. വിനീഷ് പറഞ്ഞോളൂ, ആവേശ കാഴ്ചകൾ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവെച്ചോളൂ. വിനീഷ് ഇപ്പൊ പറയുന്നത് എന്താണെന്ന് ഞാൻ പറയട്ടെ. ഒന്ന് അടങ്ങന്റെ ശാപം എണ്ണിക്കോട്ടെന്നാണ്. അതെ, എണ്ണിത്തീരട്ടെ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ സുപ്രധാനമായ അപ്ഡേറ്റ്സ് തന്നെയാണ് കഴക്കൂട്ടത്ത് നിന്നും വരുന്നത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്ന ഈ ദിവസം ഏറ്റവും ത്രില്ലടിപ്പിച്ച
മണ്ഡലം കഴക്കൂട്ടമാണ്. ഞാൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാം പറയുന്നുണ്ടായിരുന്നു, വി മുരളിയേട്ടന്റെ സാന്നിധ്യമാണ് കഴക്കൂട്ടത്തെ ത്രില്ലടിപ്പിക്കുന്നത്. അദ്ദേഹം വന്നതിന് ശേഷമാണ് ആ മണ്ഡലത്തിന്റെ സ്വഭാവം തന്നെ ഈ രീതിയിൽ മാറിയത്. 265 വോട്ടിന്റെ ലീഡ്. മാത്രമല്ല വി മുരളിയേട്ടൻ ഫുൾ കോൺഫിഡന്റ് ആയിരുന്നു. ഇത്തവണ കഴക്കൂട്ടത്ത് താമര വിരിയുമെന്ന ഉറച്ച വിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു. വളരെ കൃത്യമായി തന്നെ മുന്നോട്ട് വരികയാണ് വി മുരളീധരൻ. 265 വോട്ടിന്റെ ഒരു മുന്നേറ്റം. 170 ഒന്ന് മാറ്റണം, 170 മാറ്റണം. 170 അല്ല ലീഡ്, 265. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 265 വോട്ടിന്റെ ലീഡാണ് ഇപ്പോൾ വി മുരളീധരനുള്ളത്. കഴക്കൂട്ടത്ത് ഫോട്ടോ ഫിനിഷിലേക്ക്, അക്ഷരാർത്ഥത്തിൽ ഫോട്ടോ ഫിനിഷാണ് കഴക്കൂട്ടത്ത് കാണാൻ സാധിക്കുന്നത്. ഫിനിഷ് 265 വോട്ടുകളുടെ ലീഡ്. തീർച്ചയായിട്ടും 265 വോട്ടിന്റെ ലീഡാണ് ഇപ്പോൾ കഴക്കൂട്ടത്ത് തീർച്ചയായിട്ടും